പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 120 1 വാക്യം, Psalm 120 verse 1. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. നമുക്ക് നമ്മുടെ കംപ്ലൈൻറ്റ് ദൈവത്തിനോട് പറയാം. ടു ലാമെൻ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് യുവർ കംപ്ലൈൻറ്റ്. ദൈവവുമായിട്ട് ഷെയർ ചെയ്യണം. നിന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത്, നിന്നെ സാഡ് ആക്കുന്ന കാര്യം എന്താ, നിന്നെ ആംഗ്രി ആക്കുന്ന കാര്യം എന്താണെന്ന്. പലപ്പോഴും വിശ്വാസികളെ അവരുടെ ദൈവത്തിൻ്റെ നിത്യമായ ഗിഫ്റ്റ്, അതായത് ആ ദൈവവുമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുന്ന ആ കാര്യം, അത് ആക്സസ് ചെയ്യുവാനായിട്ട് പിശാച് ഇടകൊടുക്കത്തില്ല. അതിന് പകരം പിശാച് എന്ത് ചെയ്യും? മനസ്സിലെപ്പോഴും നുണ മന്ത്രിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ, ഓ ഇതൊക്കെ വന്നല്ലോ, നീ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ദൈവത്തിനൊക്കെ വേണ്ടി ഒന്നും കെയർ ചെയ്യുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ദൈവം നിന്നെ കെയർ ചെയ്യുന്നില്ലെന്ന് പിശാച് തന്നെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുവാൻ്റെ കൊണ്ടും ഇടയാകും. പിശാച് ഇങ്ങനെ നുണ നമ്മളോട് പറയുമ്പോൾ ദൈവസന്നിധിയിൽ കരയുവാനത് നമ്മെ പ്രേരിപ്പിക്കും, അല്ലേ? ദൈവത്തോട് നാം ഒന്നുകൂടെ അടുക്കും. അവൻ്റെ ആ കൃപയും അവൻ്റെ ആ ടെൻഡർനെസ്സും കമ്പാഷനുമൊക്കെ ഒന്ന് അനുഭവിപ്പാൻ, അത് ഓരോ ദിവസവും അവൻ നമുക്ക് ഓഫർ ചെയ്യുന്നത് നമുക്ക് ഒന്നുകൂടെ ദൈവത്തിലേക്ക് ചാരുവാൻ, തിരിയുവാൻ ഒക്കെ ഇടതരുന്ന സംഗതികളാണ്. നീ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ദൈവത്തിന് വലിയ വിഷയം തന്നെയാണേ. ഈവൻ ഇഫ് വാട്ട് യു ഡിസയർ ഈസ് ഇൻ ഹിസ് വിൽ. അത് ഓർത്തുകൊള്ളണം കേട്ടോ. യേശു കർത്താവ് ക്രൂശിലേക്ക് പോയി, അല്ലേ? അവൻ്റെ ക്രൂസിഫിക്ഷൻ്റെ സമയം വരുന്നതിന് മുമ്പ് യേശു കർത്താവ് തീരുമാനിച്ചു, ഞാൻ എൻ്റെ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. ആ പ്രയർ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ മോഡൽ ഓഫ് വൾനറബിലിറ്റി ഫ്രം ജീസസ്. We are called to model to our Heavenly Father as well. അപ്പം നമുക്ക് മനസ്സിലാകും ദൈവം എത്ര പ്രിയപ്പെട്ടാണ് നമ്മുടെ വേദനയെ അവൻ പിടിക്കുന്ന, കൈകാര്യം ചെയ്യുന്നത്. സ്തോത്രം. സർക്കംസ്റ്റൻസ് എന്തു തന്നെയെങ്കിലും ആയിക്കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം അതിൻ്റെ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിൻ്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവന് സഹിക്കാൻ പറ്റാത്ത ചിലതൊക്കെയും ആ സമയത്ത് സഹിക്കേണ്ടി വന്നു. അവൻ തൻ്റെ ഭയവും ദുഃഖവും, ക്രൂസിലേക്ക് പോകുവാനുള്ള അവൻ്റെ ആ മടിയും, ഈ ലോകത്തിന് മുഴുവൻ ഭാരത്തെ ചുമക്കുന്നതിൻ്റെ ആ വിഷമവും എല്ലാം അവൻ ദൈവസന്നിധിയിൽ അത് എക്സ്പ്രസ് ചെയ്തു. യേശു ദൈവം തന്നെയാണ്. ജീസസ് ബീയിങ് ഗോഡ് ഹിംസെൽഫ് ഓൾറെഡി ന്യൂ ദാറ്റ് ഹി മസ്റ്റ് ഗോ. അവന് പോകേണ്ടി വരുമെന്നറിയായിരുന്നു. ആ സത്യത്തെ വേറെ ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല.
അവൻ ക്രൂശ് മരണം വഹിച്ചേ മതിയാവൂ, ക്രൂശിലേക്ക് പോയേ കഴിയുള്ളൂ എന്ന് തൻ്റെ മനസ്സിൽ താൻ ഉറച്ചു. എന്നാലും അവൻ സമയമെടുത്ത് താൻ എങ്ങനെ ആ സമയത്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്രസ് ചെയ്തു. ഹല്ലേലൂയ. സിൻലെസ് പെർഫെക്ഷൻ, അതിലാണ് നമ്മുടെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അത് അവൻ നമുക്കൊരു മോഡലായിട്ട് നമ്മെ കാണിച്ചു തന്നു. അതിനകത്ത് അവൻ്റെ എല്ലാ നെഗറ്റീവ് ഫീലിങ്സും അവൻ ദൈവവുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളും യേശു കർത്താവിനെ പോലെ ആകേണ്ടവരാ. നമ്മൾ പാടുമല്ലോ, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഉറപ്പിക്കുന്നേ നാഥ എന്ന് നമ്മൾ പാടുമാറുണ്ടല്ലോ, അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും നാം ദൈവത്തെ അറിയിക്കണം. അതെങ്ങനെ? നാം അത് അവനുമായി ഷെയർ ചെയ്യണം. അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവന് അവൻ നമുക്കായി കരുതും. നമ്മെക്കുറിച്ച് അവനൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിലുള്ളത് നാം തുറന്ന് ദൈവത്തെ കാണിക്കണം. അതുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തോട് പറ, ഞാനിവിടെ ഉണ്ട് യേശു കർത്താവേ. ഹോണസ്റ്റായിട്ട് ഷെയർ ചെയ്ത് ദൈവത്തിലേ. അതുകൊണ്ട് അത് നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മഹത്വം കാണുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇരുന്നാൽ തീർച്ചയായിട്ടും അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. Go to God with your words and your pain. He is waiting. He is listening. തോന്നുന്നോ? അതേ കുഞ്ഞെ, അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവൻ നിന്നെ തീർച്ചയായും ശ്രദ്ധിക്കുകയും ചെയ്യും. നിലവിളി എന്ന് പറയുന്നതിനകത്ത് ഉള്ള വേറൊരു വിഷയമാണ്, വി മേക്ക് അവർ റിക്വസ്റ്റ്, ലെറ്റ് ഗോഡ് നോ വാട്ട് യു വോണ്ട് ഹിം ടു ഡു അബൌട്ട് ഇറ്റ്. പലപ്പോഴും ആശിക്കാനായിട്ടുള്ള നമ്മുടെ എബിലിറ്റി ഉണ്ടല്ലോ, അതിനെ കഴിഞ്ഞ കാലങ്ങളിലെ വേദന വന്നങ്ങ് മൂടും, നമ്മളെ അതങ്ങ് തളർത്തും, മുന്നോട്ട് നോക്കുവാനുള്ള ശക്തി നമ്മളിൽ നിന്ന് എടുത്തു കളയും. ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ അങ്ങ് ബോധേഡാകും. എന്നാൽ കുറേ നാൾ നമ്മൾ ആങ്ഷ്യസ് ആയിട്ടൊരു വിഷയത്തെ ചൊല്ലിയിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡിപ്രസ്ഡായി പോവും. ഒത്തിരി നേരം ഡിപ്രസ്ഡായിട്ടിരുന്നാൽ അതൊരു രോഗം പോലെ നമ്മളോട് അങ്ങ് കൂടും. എന്ത്? ഡിപ്രഷൻ. കാരണം ഡിപ്രഷനായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏക സംഗതി. നമ്മൾ നമ്മുടെ ട്രോമയെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം കൂടെ നമ്മുടെ ദിവസത്തെയും ആഴ്ചകളെയും മാസങ്ങളെയും എല്ലാം ട്രിഗർ ചെയ്ത് വല്ലാണ്ടാക്കി കളയുമോ എന്ന്. സൂത്രക്കാരനാണ് ശത്രു. അവൻ നമ്മുടെ എക്സ്പീരിയൻസസിൻ്റെ സത്യങ്ങളെടുത്തിട്ട് അതിനെ ഇരയാക്കി, ഒരു നുണയാക്കി നമ്മുടെ ജീവിതം ഒരിക്കലും നന്മയിലേക്ക് പോകാതെ വണ്ണം തളർത്തിയിടും. ദൈവത്തോട് ഒരു റിക്വസ്റ്റ് നാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇമാജിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആത്മാവ് എന്തിനു വേണ്ടി ദാഹിക്കുന്നു അത് നമുക്ക് നമ്മുടെ ദൈവം തന്നിരിക്കും. നമ്മുടെ ഹോളി ഇമാജിനേഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തെ സെറ്റ് ചെയ്യും, നമ്മുടെ ഫീലിങ്സിനെ സെറ്റ് ചെയ്യും. ദൈവത്തിൽ നിന്നുള്ള ഡെലിവറൻസ് പ്രാപിച്ചു കഴിഞ്ഞ് പാടുവാൻ അത് നമ്മെ സഹായിക്കും. നമുക്ക് ആക്സസ് ഉള്ള ഹെവൻലി റിച്ചസിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയം തിരിക്കാമേ. ഞാൻ പറയട്ടെ, ഒരു ന്യൂറോളജിക്കൽ ലെവലാണെങ്കിൽ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബ്രെയിനിന് ഓരോ ദിവസവും പ്രവർത്തിച്ചെടുക്കാവുന്ന തരം പോസിബിലിറ്റീസിനെ എക്സ്പാൻഡ് ചെയ്ത് തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഒന്നും ഒരു വ്യത്യാസവും കൊണ്ടുവരുന്ന നാം നമ്മുടെ മനസ്സിൽ ഉറച്ച് മുന്നോട്ട് പോയാൽ വളരെ സങ്കടമാണ് കേട്ടോ. എൻ്റെ മോശമായി തന്നെ തീരും.
നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും സമാധാനം നമുക്കവൻ തരുമെന്നുള്ളത് വിശ്വസിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ പറയും. We gain the opportunity to take actions that align with that truth. Praise God. നമുക്കറിയാം എല്ലാ ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എല്ലാ ബിബ്ലിക്കൽ തോട്ട്സും നാം മനസ്സിലാക്കുന്നതും നമ്മുടെ ഹൃദയത്തിൽ അത് ഉപകാരമായി വരുന്നതുമെല്ലാം നാം അത് ഗ്രഹിക്കുമ്പോഴാണ്, നാം അത് പഠിക്കുമ്പോഴാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 16 ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് കുഞ്ഞെ ആങ്സൈറ്റി വന്നാലും ഡിപ്രഷൻ വന്നാലും ട്രോമ വന്നാലും അതിനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ദൈവം നിനക്ക് ബുദ്ധി തരും. അതനുസരിച്ച് പ്രാർത്ഥിച്ച് ദൈവീയ പരിജ്ഞാനത്തിന് വിരോധമായി ഒന്നും ഉച്ചരിക്കാതെ മുന്നോട്ട് പോകാൻ തക്കണം. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈശാനം മുതലടിച്ചാലും അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് യാത്ര തുടങ്ങിയ കർത്താവ് ഞങ്ങളെ അക്കരെ എത്തിക്കും. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രിയ ശ്രോതാക്കളുടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉത്തരമരുളുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.